ഹലോ, അപ്പോൾ സമയം രാവിലെ 5 മണിയായി. അമ്പലത്തിൽ നിന്നുള്ള പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചിങ്ങം ഒന്നായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ കാണുന്നതാണ് അമ്പലം. ആ ലൈറ്റ് കത്തുന്നതാണ് കേട്ടോ അമ്പലം. അപ്പോൾ ഞാൻ നേരെ കുളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞ് ഞാൻ നേരെ വിളക്ക് കത്തിക്കാൻ വേണ്ടി പോയി. അങ്ങനെ വിളക്ക് കത്തിച്ചു, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അമ്പാടിനെ എഴുന്നേൽപ്പിച്ചു. ഞാൻ ഓൾറെഡി റെഡിയായി നിൽക്കുകയാണ്. ഇനി അമ്പാടിനെയും കൂടി റെഡിയാക്കാനുണ്ട്. അപ്പം ഞങ്ങൾ റെഡിയായിട്ട് വരാം. അങ്ങനെ ഞങ്ങളിവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി ഏട്ടനെയും കൂടി വിളിച്ചെഴുന്നേൽപ്പിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ടും വരാം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അമ്പലം നമ്മുടെ വീടിന് കുറച്ചടുത്ത് തന്നെയാണ്, പക്ഷേ മലയുടെ പൊക്കത്താണ്. അപ്പോൾ കുറച്ച് മുകളിലേക്ക് കയറാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരാൾ നമ്മുടെ പുറകെ ഇങ്ങനെ വരികയാണ്. ഇവൻ്റെ പേരാണ് ചോപ്പൻ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നൈസായിട്ട് ഒന്നും അറിയാത്ത പോലെ അവൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഈ വഴി കൂടിയാണ് നമ്മൾ അമ്പലത്തിൽ പോണത്. മലയുടെ പൊക്കത്തൂടിയിട്ടാണ് പോണത്. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ തെന്നി കിടക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ അമ്പലമെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ്. ഇവിടെ എപ്പോഴും കൃഷ്ണൻ്റെ പാട്ടാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. കർക്കിടകമായിട്ട് നമുക്ക് വീട്ടിലിരുന്നാൽ രാവിലെ മുതൽ വൈകിട്ട് വരെയൊക്കെ ഇങ്ങനെ പാട്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അമ്പലത്തിലെത്തി. പക്ഷേ ഇവിടെ തൊഴണ മുമ്പ് തന്നെ നമുക്ക് വേറൊരു സ്ഥലത്ത് തൊഴാനുണ്ട്. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ തൊട്ടടുത്ത് മുരുകൻ്റെ അമ്പലമുണ്ട്. മുരുകൻ എന്ന് പറഞ്ഞാൽ ബാലമുരുകനാണ്, അതായത് കുഞ്ഞു മുരുകനാണ്. അപ്പോൾ കുഞ്ഞു മുരുകനെ കണ്ടിട്ട് വേണം മഹാവിഷ്ണുവിനെ തൊഴാൻ വേണ്ടിയിട്ടെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇതാണ് പാറക്കുളം. അപ്പോൾ ഈ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. ആ കാണുന്നതാണ് കുഞ്ഞു മുരുകൻ്റെ അമ്പലം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നല്ല രസമില്ല ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാറയിൽ കുറച്ച് പട്ടികൾ ഇരിക്കുന്നുണ്ടല്ലോ. ഇവരൊരു ഗ്യാങ്ങാണ്. പിന്നെ നമ്മുടെ അവിടെയുള്ള പട്ടികൾ കുറച്ച് പേരുണ്ട്, അവരൊരു ഗ്യാങ്ങാണ്. അപ്പോൾ ഇവരങ്ങോട്ട് വരുമ്പോൾ അവരും ഇവരും തമ്മിൽ ഭയങ്കര ഇടിയായിരിക്കും. അങ്ങനെ നമ്മൾ മുരുകൻ്റെ അമ്പലത്തിലെത്തി. അപ്പോൾ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പാറ കണ്ടോ, ഇതിന് ആനപ്പാറ എന്നാണ് പറയുന്നത്. എന്തൊക്കെയോ സ്റ്റോറി ഉണ്ട്. പണ്ടെന്തോ ആന പാറയായി അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. പിന്നെ ഇതിൽ നിറച്ചും കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഉത്സവം വരുമ്പോൾ മയിലുകളൊക്കെ എത്താറുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം മയിലൊക്കെ വന്നു, പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ പ്രഗ്നൻ്റായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ തൊഴുതിട്ട് നേരെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. പിന്നെ ഇതാണ് കേട്ടോ മഞ്ചാടി മരം. ഞാൻ എപ്പോഴും കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ തൊഴാൻ വരുമ്പോൾ ഈ മരത്തിൽ നിന്ന് കുറേ മഞ്ചാടി വീണ് കിടക്കും. ആ മഞ്ചാടിയൊക്കെ പെറുക്കിയിട്ട് ഞാൻ ഭഗവാന് കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് 1 or 2 മഞ്ചാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഏട്ടന് അറ്റത്ത് കുറച്ച് മഞ്ചാടിക്കുരു ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ കൈയെടുത്തിട്ട് ഇങ്ങനെ പറിച്ച് എനിക്ക് തന്നിട്ടോ. പക്ഷെ അതിൽ നിന്നും കുറച്ചുണ്ടായിരുന്നുള്ളേ. പിന്നെ ഇത് കണ്ടു, ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കാണാൻ നല്ല രസമില്ലേ. അപ്പോൾ ആ സൂര്യപ്രകാശം എൻ്റെ മുഖത്തേക്ക് അടിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി പ്രസാദമൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഉള്ളിൽ പോയപ്പോഴുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കാരണം എനിക്ക് ഭഗവാന്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചന്ദനമൊക്കെ തൊട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അമ്പാടി അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ വീട്ടിലേക്ക് പോവാണ്.